ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി ഒരു മിനിമം നോളജ് എങ്കിലും അവർക്ക് വേണ്ടേ? നല്ല നോളജ് വേണം. ഞാൻ ചോറ് കഴിച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെങ്കിൽ മെഡിക്കലി ഞാൻ എന്തിനു ചോറ് നിർത്തണം? ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് വൈകുന്നേരം അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന സമോസയും പരിപ്പോടെ ഉഴുതുവടയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അതാ ഞാൻ പറയാൻ വന്നേ. പലരും പറയും ഞാൻ ദിവസവും വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കും. അതിൽ ഒരു സയൻസും ഇല്ല. കാര്യം നമ്മുടെ ലിവറും കിഡ്നിയും അതിന്റെ ജോലി ചെയ്യും. അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യണ്ട. കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് ഉള്ളതിനേക്കാളും ഒരുപാട് അലർജീസ് ഉണ്ട് ആൾക്കാർക്ക്. കേട്ടിട്ട് പോലും ഉണ്ടാവില്ല റൈസ് അലർജി. അതെ, ഒരു സംഭവം ഉണ്ട്. എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ഞാനിനി മുതൽ ചായ അത് വളരെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഗ്ലൂട്ടത്തയോൺ ഒരു ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആകുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, വെറുതെ പോയിട്ട് നമ്മൾ ബ്രെഡ് വാങ്ങിക്കാൻ പോകുന്ന ഐ എം ഗെറ്റിംഗ് മൈ ഗ്ലൂട്ടത്തയോൺ IV ഷോട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര പേര് റീൽസ് ഇടുന്നുണ്ട്. ഇതിൽ പ്രോട്ടീൻ പൊടിക്കകത്ത് എത്രത്തോളം ജെനുവിൻ പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയില്ല. ഇപ്പം എല്ലാവരും വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആണ്. അതിപ്പോ കുറച്ച് കാലമായിട്ടല്ലേ കേട്ടു തുടങ്ങി. വെയിൽ കൊള്ളുന്നില്ല. ചിലര് പറയില്ലേ BP കൂടി, ഞാൻ ഉപ്പ് കംപ്ലീറ്റ്ലി വിട്ടു. അതാണ് ദോഷം. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ 19ാമത്തെ വയസ്സിൽ ഇതെനിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ച് വണ്ണം വെക്കുന്നവരുണ്ട്, ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. 50 കിലോ ഉള്ള ഹൈ കൊളസ്ട്രോളും ലിവർ എൻസൈം എലിവേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് എനിക്കുണ്ട്. പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മഞ്ഞ കളയണ്ട. മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല. ആൽക്കഹോൾ അല്ല പ്രശ്നം, എങ്ങനെ കുടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ കൂടെ കഴിക്കുന്നത്.